വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ തിരികെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി അവസാനിച്ചതോടെയാണ് തിരികെ ജയിലിലേക്ക് മാറ്റിയത്. 4 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വീണ്ടും വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം ഈ തെളിവെടുപ്പ് സമയത്തൊക്കെ അതുവരെ പറയാതിരുന്ന ചില കാര്യങ്ങൾ കൂടി, എന്തായിരുന്നു ഈ കൊലപാതകങ്ങളുടെ മോട്ടീവ് എന്ന കാര്യത്തിൽ ചില വെളിപ്പെടുത്തലുകൾ കൂടി പ്രതി നടത്തിയിരുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. അപ്പോൾ ഈ തിരികെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ഇനി അടുത്ത നടപടികൾ എന്തൊക്കെയാണ്? എന്തായാലും വെഞ്ഞാറമൂട് പോലീസായിരിക്കും ഇനി കസ്റ്റഡിയിൽ അപേക്ഷ നൽകുക. അത് നാളെയായിരിക്കും അപേക്ഷ നൽകുക. ഈ അപേക്ഷ നൽകി വെഞ്ഞാറമൂട് പോലീസ് എടുത്ത 4 കേസുകളുണ്ട്. മൊത്തം 4 പേരെ കൊലപ്പെടുത്തിയ കേസും ഒപ്പം തന്നെ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുമുണ്ട്. ഈ 5 കേസുകളിലുമാണ് പോലീസിൻ്റെ ഇനി അന്വേഷണം നടക്കാനുള്ളത്, തെളിവെടുപ്പ് നടത്താനുള്ളത്. അത് ഈ പേരുമലയിലെ വീട്ടിലും ഉൾപ്പെടെ തന്നെ അതേപോലെ തന്നെ ലത്തീഫും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലുൾപ്പെടെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അക്കാര്യത്തിലും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം സാമ്പത്തിക ബാധ്യത തന്നെയാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന ചോദ്യം ചെയ്യലിലൊക്കെ പ്രതി വെളിപ്പെടുത്തിയത്. പ്രത്യേകിച്ച് ഈ ബർസാനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇതുവരയ്ക്കും പുറത്തു വരാത്ത വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രതി പോലീസിനോട് പറഞ്ഞത്. അതായത് ഫർസാനയോടുള്ള പ്രതികാരം തന്നെ പകയായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. കാരണം ഈ പണം ഒരുപാട് ബാധ്യത ഇവർക്കുണ്ടായിരുന്നു. ഈ അഫാനും ഉണ്ടായിരുന്നു, അഫാന്റെ മാതാവിനും ഉണ്ടായിരുന്നു. ഈ കടം തീർക്കാനായി പലരിൽ നിന്നുമായി വായ്പയൊക്കെ വാങ്ങിയിരുന്നു, പലിശയ്ക്കടക്കം പണം വാങ്ങിയിരുന്നു, ഫർസാനയിൽ നിന്നും മാല വാങ്ങിയിരുന്നു. ഇതൊക്കെ പലരും തിരിച്ചു ചോദിച്ചതാണ് കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളൊരു മൊഴിയാണ് ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ ദിവസം അഫാൻ പോലീസിനോട് പറഞ്ഞത്. ഇനി മറ്റുള്ളവരുടെ ഈ അമ്മയെ പെട്ടെന്നുണ്ടായ പ്രകോപനം അതെന്താണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ വെഞ്ഞാറമൂട് പോലീസാണ് ചോദിച്ചറിയേണ്ടത്. അതിനി കസ്റ്റഡിയിൽ കിട്ടിയ ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ചോദിച്ചറിയേണ്ടത്. അതിനിടയ്ക്ക് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനുവേണ്ടി DMOയ്ക്ക് കത്ത് നൽകുന്നതും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ശേഷം പ്രതിയെ തിരികെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. ശരി, ആ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്.